നമസ്കാരം. STV ഈവന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യ ഹർജി തള്ളിയത് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 160 ഗ്രാം MDMA പോലീസ് പിടികൂടി. മൊത്തക്കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. തിരുവേഗപ്പുറ നടുവട്ടത്ത് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിയമനത്തിൽ ക്രമക്കേടെന്ന് ആരോപിച്ച് BJP. SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജിനെ LDF സർക്കാർ മാറ്റിയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. നിശ്ചിത യോഗ്യതയില്ലാത്ത വ്യക്തിയെ സൂപ്രണ്ടായി നിയമിച്ചെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. ചെന്താമരയ്ക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. ചെന്താമര പുറത്തിറങ്ങുന്നത് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ചാണ് പ്രോസിക്യൂഷൻ ജാമ്യം എതിർത്തത്. ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 160 ഗ്രാം MDMAയുമായി മൊത്തക്കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി മുതുതല ഗണപതി അമ്പലത്തിന് സമീപത്തുനിന്ന് 11.54 ഗ്രാം MDMAയുമായാണ് മണ്ണയങ്കോട് സ്വദേശി ചക്കുവാൻതൊടി വീട്ടിൽ 46 വയസ്സുള്ള അക്ബറിനെ പോലീസ് പിടികൂടിയത്. ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്തക്കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻസിഫ് എന്നിവരിൽ നിന്നായി 148.15 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഈ പ്രദേശത്തേക്കാണ് മൊത്തക്കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും കസ്റ്റഡിയിൽ എടുത്തതായി പട്ടാമ്പി SI K. മണികണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി പോലീസ് ശ്രീ പത്മനാഭൻ സാർ ISHOയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വലിയ കേസുകൾ മയക്കുമരുന്നായിട്ടുള്ള MDMA കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് ഒപ്പം മണ്ണയങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി പാടമ്പക്കടത്തുള്ള ആളാണ്. അയാളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷിഫ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട 255 കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തിരുവേഗപ്പുറ നടുവട്ടത്ത് സ്കൂട്ടറിലെത്തിച്ച് വിദേശ മദ്യവിൽപ്പന നടത്തുന്നതിനെതിരെ യുവാവ് അറസ്റ്റിൽ. നടുവട്ടം തെക്കേപ്പാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ 40 വയസ്സുള്ള മണികണ്ഠനെയാണ് പട്ടാമ്പി എക്സൈസ് പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരുവേഗപ്പുറ വില്ലേജ് നടുവട്ടം ദേശത്ത് തുടർവള്ളിക്കാവ് ക്ഷേത്രക്കുളത്തിന് സമീപത്തു നിന്നാണ് 3.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മണികണ്ഠൻ പിടിയിലായത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറിൽ എത്തിയാണ് മദ്യം വിറ്റിരുന്നത്. പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ J. സാം ജോസ്, RL അനൂപ് രാജ്, M. വിഷ്ണു, S. സണ്ണി എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജ് മാറി. നിശ്ചിത യോഗ്യതയില്ലാത്ത ആളെ സൂപ്രണ്ടായി നിയമിച്ചെന്നും കൃഷ്ണകുമാർ പാലക്കാട്ട് ആരോപിച്ചു. മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റിനെ പത്രപരസ്യമില്ലാതെ നിയമിച്ചെന്ന് C. കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ നിയമിച്ചവരെ പറഞ്ഞുവിട്ടു. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോയില്ലെന്ന്
കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജ് മാറി. ദന്തരോഗ വിഭാഗത്തിൽ 4 പോസ്റ്റുകളാണുള്ളത്. ഇതിൽ 4 പേർക്ക് പുറമെ അനുമതിയില്ലാതെ 3 പേരെ നിയമിച്ചെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. നിശ്ചിത യോഗ്യതയില്ലാത്ത ആളെ സൂപ്രണ്ടായി നിയമിച്ചെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. ഈ HOD ഓർത്തോയായിട്ട് നിയമിച്ചത് ശ്രീ ബാലഗോപാൽ, അദ്ദേഹം 2021 അവിടുത്തെ വിജിലൻസ്, തൃശ്ശൂരിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് 8/12/2021 കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ്, APM മുഹമ്മദ് ഹനീഷ് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെയാണ് HOD ആയിട്ട് നിയമിച്ചത്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് തൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യം ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഡയറക്ടർ തയ്യാറായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരത്തിലേർപ്പെട്ട ആശാവർക്കർമാർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ G. ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരെ സംബന്ധിച്ച് സുദീർഘമായ സേവനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയെന്ന് വാദോരാതി സംസാരിച്ച മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിച്ചതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, തുച്ഛമായ ഓണറേറിയം കൊണ്ട് അവരുടെ ജീവിതം രണ്ടറ്റവും വഴിമുട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വൃത്തികേട് കൊണ്ട് അവർ സമരരംഗത്ത് ഇറങ്ങിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണെന്ന് ഓർക്കുന്നു. ഞാനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കർഷക കോൺഗ്രസിന്റെ ഒരു സമരവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ധാരാളം സ്ത്രീകൾ ആ സമരം. മാത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ, വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ AR പ്രേമദാസൻ, ബബിത രമേശ്, ശശികല, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. രാംകുമാർ സ്വാഗതവും R. രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് KGO മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസർ. പാലക്കാട് KGOയെ 38ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA നാസർ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും സമയബന്ധിതമായി നടപ്പാക്കണമെന്നും ഡോക്ടർ MA നാസർ ആവശ്യപ്പെട്ടു. ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇടതു സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്രത്തിനെതിരെയാണ് സമരങ്ങൾ വേണ്ടത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ഇടതു സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് കാലതാമസമുണ്ടാക്കാൻ പാടില്ലെന്നും ഡോക്ടർ MA നാസർ പറഞ്ഞു. എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കേണ്ടതാണ്. എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി റൂൾ 300 വെച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളായാലും ശരി, ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ലേ, ആ കുടിശ്ശിക പ്രഖ്യാപിച്ചില്ലേ, പെൻഷൻ ബാക്കി പ്രഖ്യാപിച്ചില്ലേ, അതുപോലെ തന്നെ DAയും കൃത്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന് പറയുമ്പോൾ ആ സ്വരത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് വിശ്വാസം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഇടതുപക്ഷം മുമ്പ് ഭരിക്കുമ്പോഴൊന്നും കൃത്യമായി നൽകിയിട്ടുള്ള ചരിത്രം ജീവനക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. KGOയെ ഏരിയ പ്രസിഡന്റ് M. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N. സുരേഷ്, സൈദലവി, രാജേന്ദ്രൻ, ഷെരീഫ്, PB പ്രീതി, നവനീത് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ വ്യാപാരിയായ അബ്ദുൾ അസീസിന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും വ്യാപാരികൾ പറഞ്ഞു. വ്യാപാരികളുടെ പ്രതിഷേധം.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അംഗവും വാഴക്കോട് സിദ്ദിഖ് സ്റ്റോർ ഉടമയുമായ അബ്ദുൾ അസീസിന്റെ മരണത്തിനിടയാക്കിയവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് വാഴക്കോട് നിന്നും മുള്ളൂർക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി PM ഹംസ, ട്രഷറർ KM പ്രേമൻ, വർക്കിംഗ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ, സെക്രട്ടറി ജനരാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം, ജനറൽ സെക്രട്ടറി അഖിൽ ജോസ്, ട്രഷറർ നബീൽ, ബാലകൃഷ്ണൻ ആറ്റൂർ, മറ്റ് യൂണിറ്റ് അംഗങ്ങളും പ്രകടനത്തിൽ പങ്കെടുത്തു. കടയിൽ കയറി അക്രമം കാണിച്ചവരെ ഉടൻ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം വിവിധ സമരമുഖത്തേക്ക് പോകുമെന്നും പ്രസിഡന്റ് K മുഹമ്മദ് പറഞ്ഞു. ഈ 4 പേരാരായാലും അവരെ കണ്ടുപിടിച്ച് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പ്രതിഷേധ പ്രകടനം തുടരും. ഒരു സമരമുഖത്തേക്ക് ഞങ്ങളെ വലിച്ചേൽക്കാതിരിക്കണമെന്ന് അധികാരികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ശക്തമായ ആവശ്യം ഈ പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നു. ജയ് വ്യാപാരി. ചൊവ്വാഴ്ച രാത്രിയാണ് അസീസിന്റെ കടയിൽ 4 യുവാക്കൾ മദ്യലഹരിയിൽ വന്ന് ബഹളമുണ്ടാക്കുകയും തുടർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതി. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ച കലക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഡാമുകളിൽ നിന്ന് സ്വരൂപിക്കുന്ന മണൽ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് സമരസമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വാളയാർ, ചുള്ളിയാർ ഡാമുകളിൽ നിന്നും എടുക്കുന്ന മണൽ പൂർണ്ണമായും തമിഴ്നാട്ടിലേക്കും എറണാകുളം, കോട്ടയം ജില്ലകളിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കണം. ഇതിനു പുറമെ മറ്റ് ഡാമുകളിലെ മണൽ സംഭരിക്കാനും സംവിധാനമൊരുക്കണം. ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ചെറുകിട ക്വാറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നിരവധി തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന ഈ നടപടി പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ പൊട്ടിച്ച് ചിറ്റൂർ മേഖലകളിൽ സൂക്ഷിച്ച ശേഷം വിൽപ്പന നടത്തുന്ന കരിങ്കൽ ഉൽപ്പന്നങ്ങളിലൂടെ സർക്കാരിന് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. നിർമ്മാണ തൊഴിലാളികൾക്ക് തൊഴിലോ വരുമാനമോ ലഭിക്കാത്ത ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാതാക്കണം. സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന ട്രഷറർ TK അച്യുതൻ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്ന് മാർച്ച് ആരംഭിക്കും. CITU, INTUC, AITUC, STU തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്യുമെന്നും TK അച്യുതൻ പറഞ്ഞു. അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത കോറികളൊക്കെ പ്രവർത്തിക്കണം. അപ്പോൾ അവിടെ പാറപൊട്ടിക്കൽ പൂർണ്ണമായി നിർത്തലാക്കിയതോടുകൂടി ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ സ്തംഭിച്ചു. ഈ ഇടപെടൽ വന്നുകൊണ്ടാണ്. അല്ല, ലൈസൻസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നിർത്തിയതാണ്. ജിയോളജിക്കൽ ഉദ്യോഗസ്ഥന്മാർ പോയി അവരെ റെയ്ഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ഫൈൻ വരും. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ കിട്ടുന്ന പൈസ ചെറിയ പൈസയാണ്. ഫൈനാണെങ്കിൽ വൻകിട ഫൈനാണ്. വാർത്താ സമ്മേളനത്തിൽ INTUC ജനറൽ സെക്രട്ടറി R നാരായണൻ, AITUC സംസ്ഥാന ട്രഷറർ P ശിവദാസ്, STU ജില്ലാ ട്രഷറർ VA നാസർ, സംയുക്ത സമരസമിതി കൺവീനർ M ഹരിദാസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 2025 ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മാർച്ച് 3 വരെയാണ് ഉത്സവം. വിപുലമായ പരിപാടികളോടെയാണ് ഉത്സവാഘോഷം. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറിയത്. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ഉത്സവത്തോടനുബന്ധിച്ച് നിത്യേന വൈകുന്നേരം തായമ്പക, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. മാർച്ച് 2-ന് ഞായറാഴ്ച പള്ളിവേട്ടയും 3-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രസാദഊട്ടും, വൈകുന്നേരം ഭാരതപ്പുഴയിൽ ആറാട്ടും, തുടർന്ന് തത്തങ്കോട് നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 28 വർഷത്തെ സേവനത്തിന് ശേഷം മണ്ണൂർ കൈമത്കൊണ്ടത്തുകാവിൽ നിന്നും വിരമിക്കുന്ന മേൽശാന്തി V രാമകൃഷ്ണൻ എമ്പ്രാന്തിരിക്ക് ട്രസ്റ്റി ബോർഡും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി. യോഗം ട്രസ്റ്റി ബോർഡ് അംഗം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരുടെ സഹകരണം, കുട്ടികളുടെ സഹകരണം, ചെറിയ കുട്ടികളുടെ സഹകരണം, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടാണ് നമ്മുടെ ഭഗവതിയെ
ഭഗവതിയിലൂടെ നമ്മളെ ഇത്തരം പുരോഗതിയിലേക്ക് രാമകൃഷ്ണപ്രസാദിനെ നയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂജയ്ക്ക് ഏൽപ്പിക്കുന്നത് ഒരു വിശ്വാസത്തിൽ ചെയ്യുന്ന ആൾ നന്നായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ പുതിയ കാലഘട്ടം. ഞാനിപ്പോൾ 10-40 കൊല്ലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പൂജാദ്രവ്യങ്ങൾ പ്രസാദമായിട്ട് വാങ്ങുന്നതാണ് ഞാൻ. ട്രസ്റ്റി കെ രവീന്ദ്രനുണ്ണി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡും ക്ഷേത്ര ജീവനക്കാരും വിരമിക്കുന്ന രാമകൃഷ്ണൻ എമ്പ്രാന്തിരിക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. MC രാജേന്ദ്രനുണ്ണി, A ബാലസുബ്രഹ്മണ്യൻ, C അരവിന്ദാക്ഷൻ, P ബാലകൃഷ്ണൻ, ശ്രീഹരി, വിജയൻ പൂർണിമ, വിജയൻ, പൂർണിമ രാമകൃഷ്ണൻ, മേൽശാന്തി രാമകൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര മാനേജർ PK സുരേഷ് സ്വാഗതവും VK സഞ്ജയ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കൂത്ത് താലപ്പൊലി കമ്മിറ്റി ഭാരവാഹികളും മേൽശാന്തിയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്പുള്ളി ചേരാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ധർമ്മപ്രഭാഷണത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. 12 വാർഡുകളിൽ നിന്നായി 100 വനിതകൾ മെഗാ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു. തിരുവാതിരക്കളി കാണാൻ നിരവധി ആളുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യഹർജി തള്ളിയത് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ. പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 160 ഗ്രാം MDMA പോലീസ് പിടികൂടി. മൊത്തക്കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. തിരുവേഗപ്പുറ നടുവട്ടത്ത് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിയമനത്തിൽ ക്രമക്കേടെന്ന് ആരോപിച്ച് BJP. SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജിനെ LDF സർക്കാർ മാറ്റിയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. നിശ്ചിത യോഗ്യതയില്ലാത്ത വ്യക്തിയെ സൂപ്രണ്ടായി നിയമിച്ചെന്നും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.